ഹായ് നമസ്കാരം. ഞാൻ ദിലീഷ് അഗ്രി വ്ളോഗ്. ഞാനൊരു സ്ഥലത്ത് വന്നാൽ എന്താ വെച്ചാൽ ഒരു പ്രത്യേകതരം ഫ്രൂട്ട്സ് നമ്മുടെ ഒരു സാറിൻ്റെ വീട്ടിലുണ്ട്. ശശി സാറാണ് അവരുടെ വീട്ടിൽ വന്നതാണ്. അത് കാട്ടാൻ വേണ്ടി സാറിനെ വിളിച്ചതാണ്. കാട്ടിത്തരട്ടാണ്. ഇതെന്താ സാധനം എന്ന് അറിയാം. എന്തൊക്കെയാണ് അറസാബായി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മാങ്ങൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. ടേസ്റ്റ് അറിയാത്തണ്ട ഒരു പച്ച തെക്കനെ കാഴ്ച ഇല്ലേ? പച്ചതാ എന്താ ഇതൊക്കെയാണ് ഒരു പച്ചതാ ചെണ്ട് ഒരു 10-12 കായ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. കായ്ച്ചതും വലുതൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. സാറിൻ്റെ അടുത്ത് സാറെ കായൊന്ന് കാട്ടി കൊടുക്കുമ്പോൾ കേട്ടാ ഇതാണ് അറസാബായി എന്ന് പറഞ്ഞ സംഭവം. ഇത് വിദേശിയായിരിക്കും അല്ലേ? വിദേശ ആമസോൺ ഭാഗങ്ങളുടെ അതിന്റെ കാടുകൾ അവിടെ ഉണ്ടാവുന്ന സാധനം. ഭയങ്കര ഒരു നല്ല രസത ടേസ്റ്റി ഫ്രൂട്ട്സ് ആവും അല്ലേ? ടേസ്റ്റ് മീൻസ് ഒരു പുളി രസമാണ്. ജ്യൂസ് ഒക്കെ അടിക്കാൻ സാധനം ഇവിടെ നാട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ തന്നെ സന്തോഷമല്ലേ? ഇത് കണ്ടില്ലേ മുകളിലുള്ള ചെറുതുണ്ടല്ലേ? ഇത് നല്ല അടിപൊളി സംഭവം. കൃഷീന് അത്ര ഇഷ്ടമായിട്ടാണ് തിരക്കുള്ള ഇടയിലും നമ്മൾ സാറ് ഇതൊക്കെ ചെയ്യേണ്ടത്. അറസാബായി തന്നെ ഇതാണ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം നല്ല വെയിലാണ് ഇതിൻ്റെ. ഇത് പരിചരിക്കാൻ വരികയാണെങ്കിൽ ഇതിനെ പറ്റി അറിയണ ഒരു ബംഗാളി പയ്യനുണ്ട് അല്ലേ? വളരെ ഭംഗിയായിട്ടും സാറൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്ന് വീണെടുക്കണ്ടല്ലേ? അടിപൊളി സാധനമാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരുപാട് വീണെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അറസാബായി നല്ല അടിപൊളി സാധനമാണ്. കായ്ക്കലുണ്ടാ? കായ്ച്ചിട്ട് കഴിഞ്ഞൊല്ലൊക്കെ ചെറിയ ചെറിയ കായുണ്ട്. പക്ഷെ നമ്മൾ കിട്ടി. സാർ ഇത് ഏതാ ഫ്രൂട്ട്സ്? ഇതാണ് നമ്മുടെ ഒരു ലാറ്റിൻ അമേരിക്കൻ ഒരു അതിഥിയാണത്. ഇത് ബറാബ എന്ന് അതിന്റെ പേരില്ല. ഇതിന് മധുരമാണോ പുളിയാണോ? ഉണ്ട് ഒരു മധുരമുള്ള പുളി. ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഇത് കോളേജിൽ നിന്ന് വന്നാൽ ഞാൻ ഇവിടെ വരും. ഒരു സന്തോഷമാണ് കാണുമ്പോൾ. അത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഇതാണ്, മഞ്ഞയാണ്. കുറേ ഉണ്ട്. ഇതിന് വിത്താണോ അതോ കായാണോ? ഇത് വിത്ത് വെച്ചിട്ടുണ്ടോ? വിത്ത് വെച്ചിട്ടുണ്ടാണ് സാധനം അല്ലേ? ഇതിപ്പോ എത്ര വർഷമായി തൈ ഇവിടെ വെച്ചിട്ട്? ഇതൊക്കെ ഒരു 1.5 വർഷമായിട്ടുള്ളൂ. ഇത് ശരിക്കും ഇതാ നല്ല തോടോട് കഴിക്കുന്നത് അല്ലേ? ഇത് പുളി മധുരം വിദേശ പഴങ്ങളൊക്കെ വിദേശ ഫ്രൂട്ട്സ് ഒക്കെ വന്നോടുകൂടി നമ്മളെ നാടൻ ഫ്രൂട്ട്സിനൊക്കെ ഒരു മങ്ങിച്ചുണ്ടാവും ഇല്ലല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാം നാടൻ നല്ല ഇവിടെ കുറേ ഉണ്ട്. നാടനൊക്കെ. തൈ എവിടുന്ന സാറ് വാങ്ങിയത്? ഞങ്ങള് വയനാട്ടിൽ നിന്ന് വാങ്ങിയതല്ലേ? വയനാട്ടിൽ ഇതാ സംഭവം. ബറാബ മാർക്കറ്റിലൊന്നും കിട്ടൂല. ഇല്ലാന്ന് തോന്നുന്നു. കേട്ടിട്ടില്ലല്ലോ. അതെ. ഇതൊക്കെ ചെറിയ കുട്ടികളും വേണം അതൊക്കെ കഴിക്കാൻ. നിങ്ങൾ ചെറിയ കുട്ടി പോവും അല്ലേ? അപ്പം വേറെ സംഭവം ലാറ്റിൻ അമേരിക്കൻ ഇതാണ്. ആ പനാമ ആ ഭാഗങ്ങളിലൊക്കെ, മെക്സിക്കോ പനാമ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് മാമ്പഴം. സീതാപ്പഴം എന്നല്ല സീതാപ്പഴം. പക്ഷെ ഇത് ഡ്രമ്മിലും കൂടെ ഉണ്ടാക്കാന്നുള്ളത് നമ്മളെ നാട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ അല്ലേ? സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിൽ ഉണ്ടാക്കണ്ട. വലിയ പഴമാണ് ഉണ്ടാ. സീതാപ്പഴം എന്നാണ് നമ്മളെ നാട്ടിൽ പറയാ. നമ്മളെ ശശി ഡോക്ടറെ ഫാമിലാട്ടാ. നല്ലോണം കായ്ക്കുന്നുണ്ട്. ഇവിടെ ഇതിന് പ്രത്യേകിച്ച് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ആ വെയിലിനെ കൊണ്ടാണ് ഇതിങ്ങനെ കായ്ക്കുന്നത്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കും ഡ്രമ്മിലൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് കായ്ക്കാം, ഉണ്ടായിക്കോളും. പിന്നെ മൾബറി ഉണ്ട്. ഇതും എത്ര വർഷമായിട്ടാ വെച്ചിട്ട് തൈ? ഇതൊരു 3 വർഷമായി. 3 വർഷമായി. ആദ്യമായിട്ട് കായ്ക്കാം? അല്ലല്ല, കഴിഞ്ഞാലൊക്കെ ഇഷ്ടംപോലെ കായ്ച്ചു. ഏതാ ഫ്രൂട്ട്സ്?
ഇതാണ് അമ്പലം സ്വീറ്റ് അമ്പലം. നല്ല മധുരം ഉണ്ടായിരിക്കും. അച്ചാറുണ്ടോ സാധനം? അച്ചാറില്ല, പച്ചയിൽ അച്ചാറില്ല. ചെറിയ കായ ഒരു കൊലയില് ഇത് അച്ചാറ് ഇടാനൊക്കെ വളരെ ഏറ്റവും പറ്റിയ സാധനമാണ് ഇതാണ്. അപ്പൊ എല്ലാവരും ഒരു മരടൊക്കെ വീട്ടിൽ കുഴിച്ചിടുക അല്ലേ? നല്ല സാധനങ്ങളൊക്കെ കഴിച്ചുവിടും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ. അതിനൊരു കാരണം കേട്ടോ നമ്മള് സാറ് തിരക്കിനിടയിലുമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്താ ഫ്രൂട്ട് ഇതൊക്കെ പൂവിട്ടുള്ള ഇതിന്റെ ടേസ്റ്റ് കടലക്കാന്റെ ടേസ്റ്റ് ആണ്. അതിന്റെ കായ ഉണ്ടല്ലോ, ഒരു കായ കായ്ച്ചിട്ടുണ്ട്. ഒരു കായ ഉണ്ട്, ഒരു മഞ്ഞ കായ ഉണ്ടായത്. നല്ല കായ, നിലക്കടലയുടെ ടേസ്റ്റ് ആണെന്നാണ് ഇത് പറയുന്നത്. പൂവുണ്ടോ? മുന്നേ പൂത്ത് കണ്ടോ? കംപ്ലീറ്റ് ഡ്രമ്മിലാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. നല്ല സാധനം കഴിക്കുക. നമ്മളെ കുട്ടികൾക്ക് വേണമെങ്കിലും നമ്മൾ വേറെ സ്ഥലത്ത് പോയി വാങ്ങണ്ടല്ലോ. തക്കാളി ഉണ്ടല്ലേ ഡ്രമ്മില്. ഒരു സന്തോഷകരമായ കാഴ്ചകളാണ്. എല്ലാവരും ഇങ്ങനെ ഒരു വീട്ടിലൊക്കെ ചെറിയ ചെറിയൊരു പൂന്തോട്ടങ്ങളും ഇതിന് പൈസ മുടക്കണേരം കൊണ്ട് ഇങ്ങനത്തെ ഇതിനൊക്കെ പൈസ മുടക്കുക, ഫ്രൂട്ട്സിനൊക്കെ അല്ലേ? എന്നാലും നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും. ചെറുനാരങ്ങ കഴിച്ചിട്ടുണ്ടല്ലേ? പറഞ്ഞ പക്ഷെ ഒരു കൊലയിലാണിത്. അത് കൊല എത്ര കായാണ്? ലോകം കായ ഉണ്ടായിരിക്കണ് കണ്ടോ? ചെറുനാരങ്ങ അടിപൊളിയായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്സ് കായ്ച്ചിക്കണമെന്നുണ്ട് ഞങ്ങൾ. നോക്കിയാണ് ഓരോ അല്ലിക്കല്ലി കായാണ്. എന്താ ചെറിയ കായകളാണ്. മുകളിൽ ഇതൊക്കെ പൂവ് കണ്ടില്ലേ? ഒരു നല്ല രസമുള്ള പൂവാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല മധുരമാണ്. ഒന്നെല്ലാം പഴുക്കാനായിട്ടുള്ളൂ, പഴുക്കണുള്ളൂ കേട്ടോ. ഇതൊക്കെ ഡ്രമ്മിലാണ്. ടെറസിൻ്റെ മുകളിൽ സാറ് ഡ്രമ്മിലാണ് ഉണ്ടാക്കിയത്. എന്താ അപ്പോൾ മുന്തിരി കണ്ട് മുന്തിരി പിന്നെ ഇവിടെ വന്ന ശേഷം കണ്ടില്ലേ മുന്തിരി കായ്ച്ചിങ്ങനൊക്കെ വയ്ക്കുന്നു. ഒരു കൊല പുളിയായിരിക്കാം മധുരമായിരിക്കാം, പക്ഷെ അത് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ അതില്ലേ. നമ്മളെ നാട്ടിൽ ഈ ചൂടിൻ്റെ ഇടയില്ല, ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അത് അർസബായി തന്നെ സാധനം. അതിന് ഇത് കായ്ച്ചിട്ടുള്ള കവറൊക്കെ കിട്ടില്ലേ? ഉണ്ട്, പക്ഷെ ഞാൻ കിട്ടിയില്ല. മിൽക്ക് ഫ്രൂട്ട് അല്ലേ? ഇത് ബേറാപ്പിളല്ലേ? എലന്തക്ക അല്ലേ? ഒക്കെ ഡ്രമ്മിലാണ്. നല്ല ഉഷാറായിട്ടാണ് സാർ ഉണ്ടാക്കിയത്. അതെ കായതാ ചെറിയ പേരൊക്കെ മാറ്റി സാധനമുള്ള അതന്നെ ചുവന്ന സ്ട്രോബെറി ഗുവ എന്ന് പറഞ്ഞാല് പേരക്ക സ്ട്രോബെറി. ഇതാ അതെ ചെറിയ സാധനം അല്ലേ? ഇത് സ്ട്രോബെറിയുടെ പോലത്തെ ആളെ കാണല്ലേ വെയിലുണ്ട്. ഇതാണ് സ്ട്രോബെറി ഗുവ. ഒരു കായുണ്ട് അല്ലേ? ഒരു കായുണ്ട്. ഇവിടെ കണ്ടോ? അതെല്ലാം കായ്ച്ച് വരണുള്ളൂ. പേരക്ക തന്നെ പേര് വേണ്ടിയൊരു മാറ്റം. ഒരുപാട് കായകളുണ്ട് കേട്ടോ, മുളൊക്കെ ഉണ്ട്. ഇത് എത്ര വർഷമായി തയ്യാണ്? ഇത് 2.5 വർഷമായി. 2.5 വർഷം അല്ലേ? നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് നല്ല ഉഷാറായിട്ട് കഴിക്കണം. ഇത് ഫുൾ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. നല്ല ഉഷാറായിട്ട് തയ്യാണ്. പേരൊക്കെയാണിത്. ഇതാണ് നമ്മുടെ ബനാന സപ്പോട്ട. ഇതൊക്കെ നിറച്ച് കായാണ്. പുളിയറുമ്പിട്ടിട്ടല്ലോ. പുളിയറുമ്പുണ്ടെങ്കിൽ അണുക്കളൊന്നും വേറെയുള്ള അക്രമകാരികളൊന്നും വരില്ല. ഓരോ കൊല കായാണ്. ബനാന സപ്പോട്ട നാട്ടിൽ ഇപ്പൊ വന്നതാണ് സാർ. നല്ല നീളാക്കാനാണ്, നല്ല ടേസ്റ്റാണ്, ഭയങ്കര എല്ലാം കായുണ്ട്. ഓരോ കൊലകളിൽ കണ്ടില്ലേ? ഭയങ്കര ടേസ്റ്റ്. വെയിലാണ് ഇതിനൊക്കെ നല്ല വേണ്ടത്. ഇതും ഡ്രമ്മിലാണ്. ഇവിടെയുള്ള ചെടികൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഡ്രമ്മിലാണ് സാറ് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി സാധനമാണ്. പഴുത്തിട്ടൊന്നുമില്ല, പഴുക്കാനായിട്ടില്ല.
സാർ ഇത് ഏതാ ഏതിനാ തയ്യാണ്? ഇതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച്. ഇതെല്ലാം പഴുത്ത് നിൽക്കണ്ടല്ലേ? എവിടെ ഇത് വെള്ളം കലക്കാനൊക്കെ ജസ്റ്റ് വരുമ്പോ നിന്നിട്ട് അറച്ച് കായ്ക്കണ്ട്. ഇതിങ്ങനെയൊക്കെ ഒരു മരം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ഒന്നും വീഡിയോയിലൊന്നും പോവാണ്ട് നമുക്ക് ഒരു നാരങ്ങ വെള്ളമൊക്കെ ഇത് തോടോടുകൂടി അടിക്കണതാണ്. അതെ അതെ, ഒന്നും ഇതാക്കാല്ല. മധുര പഴുത്ത് ഇങ്ങനെ എന്താ പഴുത്ത് ഇങ്ങനെ എന്താ ഇങ്ങനെ ഇങ്ങനെ റോസ് കളറാവും പഴുത്താൽ. എന്താ ഇതിന് എത്ര വർഷമായി? ഇതൊരു 3 വർഷമായി. 3 വർഷമായില്ലേ? ഒട്ട് ബെഡ് ചെയ്ത് വാങ്ങിയതാ? ബെഡ് ഇവിടുന്ന് വാങ്ങി തയ്യ റിസോർട്ട് ഹെർബൽ വാങ്ങിയത്. ഇവിടെയുള്ള മിക്കതും തൈകളും അത് നല്ല തൈകൾ വിശ്വസിച്ച് വാങ്ങും ചെയ്യാൻ. നല്ല തൈകൾ അവിടുന്ന് വാങ്ങിയാൽ അത് ഉറപ്പായിരിക്കും.